പൂരപ്പറമ്പിൽ അങ്ങോട്ട് കൊണ്ട് നമ്മുടെ രാജാവാക്കിയവനെ. ഇപ്പൊ ആൾക്കാരുടെ അയ്യര് കളിയാ. കൈ കൊടുത്ത് ആളെ കൂടെ കൂട്ടി അല്ലെ? ആളുടെ ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങളൊക്കെ രാജു സെറ്റാണ്. ആ ആന വന്ന് അതിന്റെ പഴയ ആനക്കാരൻ മാറണം എന്ന് വെച്ചാൽ അയാളുടെ പെൻഷൻ ആവുകയാണ്. അയാളുടെ പെൻഷൻ ആകുമ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ ആന അയക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ എല്ലാരും കൂട്ടും അങ്ങനെ എനിക്ക് കൂട്ടും ഒന്നിച്ചൊരു പൂട്ടാ തന്ന്. ആ പൂട്ടിൽ ഞാൻ വീണു. അത്രേ ഉള്ളൂ. കൊയ്യൊരു കരിങ്കല്ല് ആന കൊമ്പത്തിട്ട് താങ്ങി. അപ്പൊ ഞാൻ ഓട്ടോടി. ഇനി ഞാൻ ഒന്നും കൂടിയും കൊതിച്ചു വരും. ടാണ്ടാണ് 3. അപ്പൊ 2 എല്ലാം ഇറങ്ങിയിട്ടുള്ളൂ. 3 വരും. അതോടെ ആ പരിപാടി ഞങ്ങള് രാത്രി അല്ല ഈ പുതുശ്ശേരിയാണ് എങ്ങനെയൊക്കെ പിടിച്ച് കിടന്ന് കെട്ടി. അത് അവിടെ ആൾക്കാരൊക്കെ സ്കോഡൊന്നുമില്ല, ആനക്കാര് മാത്രമേ ഉള്ളൂ. ആ കൃഷ്ണദാസ മറ്റേ കൃഷ്ണേട്ടന്റെ കറാപ്പില് വലിയൊരു കരിങ്കല്ല് അവനെ കൊമ്പത്തിട്ട് താങ്ങി. അപ്പൊ ഞാൻ ഓട്ടോടി. പിന്നല്ലാണ്ട് ശരി നമുക്ക് നമ്മുടെ ശരീരം വലുത്. ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞ വാസകാരാണ്. അതിനൊക്കെ ശേഷം പിന്നെ നേരെ പോയത് എല്ലാം കഴിഞ്ഞ കൃഷ്ണേട്ടനാണ്. കൃഷ്ണേട്ടനും പിന്നെ ആരാന്ന് എനിക്ക് ചോദിച്ചാ കറക്റ്റായിട്ട് എനിക്ക് പറയാറിയില്ല. കൃഷ്ണേട്ടനാണ് എന്നെ അവിടെ കൊണ്ടുവന്നില്ല വേണ്ട അവിടേക്ക്. അന്ന് ആ ആന ഇത്ര ഉള്ള എന്റെ കൊമ്പ് കുഞ്ഞാനക്കുട്ടി. ആ അപ്പൊ ഞാൻ മണ്ണാർക്കാട് അല്ല പെരിന്തൽമണ്ണുള്ള ഒരു സുര എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഒരുപാട് വർഷം നിന്നോളാനാണ്. അവരെ വെച്ചിട്ടാണ് ഞാൻ ആന അയച്ചത്. ആന വെച്ച് ഞാൻ 48 പൂരം നടത്തി. ഞാൻ പല പരിപാടി എടുത്ത്. ഈ ആന ഇതന്നെ അന്നത്തെ. ഇന്നിപ്പോ വരെ രാജേഷൊക്കെ കൊണ്ടെടുക്കണ ആ പണിയൊന്നല്ല അന്ന് ആന വേറെ വൈബായിരുന്നു. രാജേഷ് ഇപ്പൊ അയച്ചു. രാജേഷ് ഏറി ഈ കടക്ക രാജേഷ് ഇപ്പൊ അയച്ചു. ഏത് പേരാമേര 50 മാറിട്ടാണ് അവൻ അയച്ചത്. അന്ന് എന്റെ വൈബ് വേറെ ആയിരുന്നു. ഇന്നും ആനക്ക് അവൻ ഞാൻ മാറിയതിന്റെ ഒക്കെ ശേഷം ഇവൻ ആന കൊമ്പിനെ അട്ടിച്ച് കടന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ട്. അതിന്റെ കൊമ്പ് എത്ര ഉള്ളൂ. ഇത് എഴുന്ന് വിളിക്കുമ്പോ കാണാം ഈ കോലം മുകളില് കോലം വെക്കില്ലേ. എന്നിട്ട് ഇത് പൂരം കൂടെ എഴുന്ന് വിളിച്ച കാണാം ഈ പണ്ടാറക്കാലം. ഈ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റണ്ട പണ്ടാറടക്കാൻ. അങ്ങനെ ഞാനെന്ത് ചെയ്യുന്നറിയോ? ഞാൻ അതും പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ പറഞ്ഞു സുരേ പട്ടറല്ലി വേടെടുത്തിട്ട് വാ. എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ അങ്ങനെ തിന്നിട്ട് വെക്കുമ്പോ തല ഇളകിച്ചില്ലോ. ബുദ്ധി വേണേ. ആ ഒരു സമയം കുലുങ്ങാതെ നിൽക്കും. പിന്നല്ലാണ്ട് അവരുടെ കാര്യം നടത്തണ്ടേ. നമ്മൾ അവരുടെ കാര്യം നടത്താൻ വേണ്ടി വന്ന ആൾക്കാരാണ് നമ്മള്. അപ്പൊ നമ്മളത് നടത്തി കൊടുക്കണം. അതിന് നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ കാണുന്ന വെച്ചാൽ അത് കാണണം. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ന് കാണിച്ചിട്ട് റോക്കി വരണമെന്ന് ഒരു കാര്യമില്ല. മറ്റുള്ള മൈൻഡിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ജിംബ്ലാൻ പറക്കാൻ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് തോക്ക് കൈ പിടിച്ചു വന്നേരെ ആന ഇളകുമ്പോ ടാ എന്നെ ഒറ്റ വിടാനോ ആ കെടുക്കണ ആന. അല്ല ചേട്ടാ, ഇപ്പൊ ചീരത്താന പറയുമ്പോ ഇപ്പൊ നമ്മള് ഇപ്പൊ തെറ്റിയാലും ആള് റിവേഴ്സ് ഗിയർ ഇട്ട പോലെ പുറകിലേക്ക് പോവുക ചെയ്യുള്ളൂ. മറ്റു ജനങ്ങളെ ആക്രമിക്കുക അങ്ങനെയുള്ള അക്രമശീലങ്ങളൊന്നുമില്ല. മുന്നേ അങ്ങനെ തന്നെയാണോ ചേട്ടൻ നിൽക്കുന്ന സമയത്തും? ആന ഞാൻ നിൽക്കുന്ന സമയത്ത് ആനക്ക് ആളോട് അക്രമം അങ്ങനത്തെ ഒരു മൈൻഡ് ആനക്കില്ല. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇന്നെന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനൊക്കെ അവിടെ നിന്നൊക്കെ എത്രയോ വർഷങ്ങളോളം മാറിയിരുന്നിട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ഗുരുവായൂർ ദേവസ്ഥയിൽ കയറിയിട്ട് 10-15 വർഷമായി. എന്നെ ഞാൻ അറിയപ്പെടുന്ന ഇപ്പൊ ഈ 3 കൊല്ലമായിട്ടാണ് എന്നെ അറിയാതെ രാജശേഖരൻ അയച്ചതിന് ശേഷമാണ് എന്നെ പുറലോകം ഇപ്പൊ ഇന്നത്തെ ഉള്ള പിള്ളേർക്ക് പോലും ഇപ്പൊ അറിയപ്പെടുന്നത് ഈ ആന അയച്ചതിന് ശേഷമാണ് എന്നെ ഇന്നത്തെ പിള്ളേരറിയുള്ളൂ. അതിന് മുന്നൊന്നും എനിക്ക് ആരും അറിയില്ല. എനിക്കറിയുന്ന ആൾക്കാർ പഴയ പാപ്പാമാരും പഴയ ആനകളും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഒത്തിരി മുന്നേ നമ്മള് രാജശേഖരന് നിന്നിട്ടാണ് പേരും പ്രശസ്തിയും. അപ്പോ എത്ര വർഷമായി രാജശേഖരനിൽ ഇപ്പോ നിങ്ങൾ
പണിയെടുത്തിട്ട് അതിനെ കുറിച്ചൊന്ന് പറയാം. ഞാനിത് ഞാൻ ഒരുപാട് ദിവസത്തിൽ കയറി 2014 കയറുന്നത്. എന്നിട്ട് ഞാൻ രണ്ട് കൊല്ലം ഞാൻ ശ്രീധരനാനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരാനയെ തന്നു. അത് അയാള് ഈ മരത്തും കൂടെ ശശിയേട്ടെന്ന് പറഞ്ഞ ആള് മാറുമ്പോ അയാള് പെൻഷനാവുകയാണ്. അപ്പൊ അയാൾക്ക് മാറുമ്പോ അയക്കാനുള്ള ആ ആന അയക്കാനുള്ളത് അയാൾക്ക് അതിനുള്ള സമയങ്ങളില്ല. അയാൾക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പുകൾ അങ്ങനെ ഇല്ല. അപ്പൊ ഞാനന്ന് ഇലയിട്ടാണ്. പേടിക്കണ്ട, ഞാൻ അടിച്ചാന്ന് വിചാരിച്ച ഓങ്കര മന്ത്രകളി കരിങ്കളി കൊട്ടിച്ചാത്ത അപ്പുക്ര അങ്ങനെ ആ ആന വന്ന് അതിന്റെ പഴയ ആനക്കാരൻ മാറുകയാണ്. എന്നുവെച്ചാൽ അയാള് പെൻഷനാവുകയാണ്. അയാൾ പെൻഷനാകുമ്പോൾ എന്നോട് പറഞ്ഞു, നീ ഈ ആന അയക്കാൻ പറ്റുമോ ചോദിച്ചു. എന്താടാ ആന അയക്കാൻ? ഞാൻ അയച്ചോളാം. അങ്ങനൊന്നും ഇല്ലാത്ത നല്ല രീതിയിലാണെങ്കിൽ ആനോട് തന്നോ, ഞാൻ അയച്ചു കൊണ്ടുപോവാം. ഓക്കെ, പിന്നെ പൊട്ടിച്ചു. എന്നിട്ട് അതിന് ഞാൻ കൊണ്ടുപോയി പെണ്ണെ അങ്ങോട്ട് പൂരപ്പറമ്പിൽ അങ്ങോട്ട് കൊണ്ട് നമ്മുടെ രാജാവാക്കിയവനെ. ഇപ്പൊ ആൾക്കാരുടെ അയ്യര് കളിയാ. അത് വരെ ആർക്കും വേണ്ടാണ്ട അതിന് ഞാൻ കൈ കൊടുത്തിട്ട് വാട മക്കളെ കേറി വിട 500 പറഞ്ഞ് അങ്ങനെ കേറി വന്നാണ്. അങ്ങനെ അപ്പൊ നമുക്ക് അപ്പൊ ആൾക്ക് കൈ കൊടുത്ത് ആളെ കൂടെ കൂട്ടി അല്ലേ? ആളുടെ ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങളൊക്കെ രാജുവിന്റെ സെറ്റാണ്. റോക്കിക്ക് രാജുവിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം എനിക്ക് ഇന്നും എന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പോയത് തന്നെ. പിന്നെ അത് മാത്രല്ല, അതിനെ കൊത്താൻ വേണ്ടിട്ട് കുറെ വേറെ പിള്ളേർ, ഇപ്പൊ ഈ കേറിയ പിള്ളേരിനെ ജിങ്കടി ചിങ്ക എന്ന് പറഞ്ഞ് കൈയിട്ട് വരാൻ നിൽക്കുന്നിരുന്നു. അപ്പൊ എല്ലാരും കൂട്ടും അങ്ങനെ എനിക്ക് കൂട്ടും ഒന്നിച്ചൊരു പൂട്ടാ തന്ന്. ആ പൂട്ടിൽ ഞാൻ വീണു. അത്രേ ഉള്ളൂ. ഞാനതിന് എന്നെ തള്ളിയിട്ടു. കൊഴപ്പില്ല. എന്നിട്ട് ആർക്ക് കിട്ടി? ഒരാൾക്കും കിട്ടില്ല. ഇനി ഞാൻ ഒന്നും കൂടി കുതിച്ചു വരും. 3 ഇപ്പൊ 2 എല്ലാം ഇറങ്ങിയിട്ടുള്ളൂ. 3 വരും. 3 ഭാഗം വരും അല്ലേ? അപ്പൊ വരും പറഞ്ഞിട്ട് ചേട്ടാ, ഇപ്പൊ നമ്മളെ രാജു റോക്കി വരുന്നതിന്റെ മുന്നേ ആന ഒരുപാട് നാള് അങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആന അത്രയും കാലം അവിടെ തറയിൽ തന്നെ നിന്ന് പോവാനുള്ള കാര്യം? എനിക്കത് അതിന്റെ ആനക്കാരന്റെ കഴിവുകേടാവും. 10-25 കൊല്ലം നിന്നിരുന്ന ആനക്കാരന്റെ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ. അന്നെന്ന് വെച്ചാൽ ആന ചെല്ലോടത്ത് കച്ചറുണ്ടാക്കുമ്പോൾ അയാൾക്ക് ഭയം. അപ്പം അയാൾ പേടിച്ചിട്ട് പിന്നെ അയാൾ ഓഫീസിൽ പറയണ എനിക്ക് പറ്റില്ല ആന കൊണ്ടുപോകാൻ. പിന്നെ വേറെ ആൾക്കാർ അയക്കാനില്ലായിട്ടോ എന്തോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പൊ അയാൾ പെൻഷനാകുമ്പോഴാണ് എനിക്ക് തന്നത്. അപ്പൊ ഞാനതിന് ഞാൻ പൊളിച്ച് കയ്യിലാ കൊടുത്തു. അത്രയും വലിയ ഒരു ഭീകരനായിട്ടുള്ള ഒരു ആനയെ ചേട്ടൻ ആദ്യമായിട്ട് ഇറക്കുന്ന സമയത്ത് ചേട്ടന്റെ ഉള്ളിലുണ്ടായ ഒരു കണൽ എന്താ? നല്ല പേടി. ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് ആരാണ് സൂപ്പർവൈസർ എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത് കറക്റ്റായിട്ട് ഓർമ്മയിൽ നിൽക്കില്ല. ഞാൻ വണ്ടിയുണ്ട്, ആന ലോറിയിൽ കൊണ്ട ഫസ്റ്റ് ഇവിടത്തെ കഴിഞ്ഞിട്ടാണ് ആന. ഞാൻ കാട്ടാമ്പാല പൂരാണ് ഫസ്റ്റ് ഇന്ന് വിളിക്കുന്നത്. അത് തിക്കും തിരക്കുള്ള പൂരം, നല്ല മഴയുള്ള സമയത്താണ്. ഇവിടെ കഴിഞ്ഞിട്ടാണ് ആന കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ പറയുകയാണ്, ഞാൻ ആനെ നടന്നിട്ട് പൊക്കോളാന്ന്. ഇവിടുന്ന് ഗുരുവായൂരിന്ന് കട്ടകമ്പാല് വരെ നടന്നിട്ട് പൊക്കോളാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കൊണ്ടുപോണ കമ്മിറ്റി തറവാട് കമ്മിറ്റിക്കാണ് ആനെ കൊണ്ടുപോണത്. ഞാൻ ഇവിടുന്ന് പുലർച്ചെ 4 മണിക്ക് നടന്നു. പുലർച്ചെ 4 മണിക്ക് 8:30 മണിയാകുമ്പോഴേക്ക് ആന അവിടെ എത്തി. അതിലെന്നെ വലിയൊരു പാപ്പാന്റെ അവിടെ ചെന്ന വഴിക്ക് തന്നെ അവിടെ ഒരു മാപ്പിളുണ്ട്. അത് ഗൾഫാരനാ. ആഴ്ചയില് പോയിട്ട് വരുന്ന ആളാ. നീ ഒരു ആൺകുട്ടിയാടാ. അന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ചിറിച്ച് ചത്തുന്നു. പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞു, ഇനി വണ്ടി വരട്ടെ, പൂരം കഴിച്ചല്ലോ.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ആ നടന്നു കൊണ്ടുപോയിട്ട് ആനയുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ? ഒരു കുഴപ്പമില്ല. അപ്പായിട്ട് എന്റെ പിന്നാലെ നടന്നു വന്നു. ഞാൻ 500 വഴിക്കാണ്, എനിക്ക് ആ വഴിയൊക്കെ അറിയണതാണ്. 500 വഴിക്കാണ് ഞാൻ പോയത്. കാട്ടാമ്പല എനിക്കറിയാം. ഞാൻ പണ്ട് കാലത്ത് ഞാൻ ആ വഴിയിലൊക്കെ പോയിരുന്ന ആളാണ്. ഞാൻ ആ വഴിയിൽ കൂടെ കൊണ്ടുപോയി ഞാൻ 500 പാറക്കാടില്, ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ 500 പൂങ്ങാട്ട് മനക്കിൽ ഞാൻ ആന നിർത്തിയിരുന്നൊരു മനുഷ്യനാണ് ഞാൻ. പൂങ്ങാട്ട് മന എന്നാ പറയാ. അവിടെ ആ വഴി എനിക്ക് നന്നായിട്ട് അറിയും. ആ വഴിയിൽ കൂടെ പൂങ്ങാട്ട് മനയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് ഒരാളെ വിളിച്ചു. അവിടെ നിന്ന് എനിക്കറിയാം, അവിടെ എനിക്ക് ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ അവിടെ ഞാൻ വിളിച്ചപ്പോ ഇന്ന വഴി കൂടെ പോയാൽ മതി പറഞ്ഞു. അപ്പൊ ആ വഴിയിൽ കൂടെ ഞാൻ പടച്ചു. പുലർച്ച മടി എങ്ങാനുണ്ടായ ആനക്ക്? ഒരു കുഴപ്പമില്ല. ഒരു വഴിക്ക് പോകുമ്പോ ഒരു വീടിന്റെ ഇടത്തേക്ക് ഒരു 2-3 പട്ടികള്, അത് ഈ വീട്ടില് വളർത്തുന്ന പറ്റേക്ക് കഴിച്ച് ആന വരണപ്പോ ആന ഇതിട്ട് കണ്ടപ്പോ ഇതിന് പേടിയായില്ലേ? ഈ കുന്ത്രാണ്ട് തിരിഞ്ഞു. അയ്യോ പെട്ടാ ദൈവേന്ന് ഞാൻ ഉള്ള കാര്യം ഇതിന് ഒരാളറില്ല. നല്ല മഴയും. അപ്പൊ ഞാൻ ബാക്കി ഇരിക്കുന്ന ഇവിടെ താമസിക്കുന്നത് പ്രമോദ് പറഞ്ഞു, പ്രമോദേ അവറ്റോളൊന്ന് തല്ലി ഓടിക്കുക, ആനൊരു പൊട്ടിക്ക് വരില്ല. എങ്ങനൊക്കെ ഏലത്തെ പിടിച്ച് വരിച്ചിട്ട് ഞാൻ ഈ നായക്കണ്ണ ആട്ടിട്ട് അങ്ങനെ ഗേറ്റാണ് ചാടിച്ച് പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനെ പോയാണ് മറ്റേ പെങ്ങാമൊക്കെ എത്തണതിന്റെ മുന്നേ പാലം ഉണ്ടുള്ള തറവാട് കമ്മിറ്റിക്കുള്ള ആന വരുന്ന ഗുരുവായൂർ ദിവസം രാജശേഖരൻ എന്ന് പറഞ്ഞപ്പോ പിന്നെ പിള്ളേരൊക്കെ അപ്പേക്ക് ഒരു 6-6:30-7 മണി ഉണ്ടാവും. പിന്നെ ഞാൻ ചെന്നായിക്കും ആ വൈകിട്ടാ പിന്നെ ഞാനൊരു ഒരു രാജകീയ ഒരു സ്വീകരണമായിരുന്നു. സ്വീകരണം ഉണ്ടാകും. എടുത്ത പരിപാടി, എടുത്ത പൂരം ഒരു കുഴപ്പമില്ലാതെ ഒരു പരിപാടി ഇന്നേ വരെ. അവിടുന്ന് ഇങ്ങോട്ടും ഏട്ടന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളോ? എന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർ പൂരം ഫസ്റ്റത്തെ കൊല്ലം ഞാൻ രാജശേഖരനാണ്. ഫസ്റ്റത്തെ കൊല്ലം തിരുവമ്പാടിയിൽ എഴുതി വിളിച്ചു. തിരുവമ്പാടി എന്ന് വെച്ചെന്താ രാലേരോ അവിടെ നിന്നാണ് നമ്മൾ ഈ ആന ഫസ്റ്റ് എന്ന് വെച്ച് തിരുവമ്പാടിക്ക് വരുന്നത്. അത് 5 ആന എഴുന്നള്ളിപ്പ് അല്ല 3 ആന അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറ കോട്ടമ്മ നിൽക്കുമ്പോൾ 5 ആന. അതിൽ തറവാടി നമ്മളെ തന്നെ നമ്മളെ അന്തസ്സായിട്ട് എഴുന്നള്ളിച്ചൊക്കെ കഴിഞ്ഞു. പൂരം കഴിഞ്ഞിട്ട് ഞാൻ നല്ല അടിപ്പനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കെട്ടി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അവിടെ സ്വീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. പിന്നെ പിറ്റത്തെ കൊല്ലം ഞാൻ എഴുന്നള്ളിക്കുന്നത് 15 സെറ്റില് പാറമക്കാവില്. അതിലാണ് എഴുന്നള്ളിച്ചിട്ടുണ്ട് എന്റെ പൊന്നെ. 11 മണിക്ക് 11-11:30 മണിയാകുമ്പോ തലകെട്ടടിട്ട് നന്ദനാനാണ് എഴുന്നള്ളിപ്പാന കൂട്ട്. പിന്നെ അടുത്ത കൂട്ട് നിങ്ങള് മറ്റേ എന്താണ് ബ്രഹ്മദത്തനെ പല്ലാട്ട് ബ്രഹ്മദത്ത. അപ്പൊ എന്നോട് എന്നെ അവിടെ ഒക്കെ അറിയണം. ഞാൻ അവിടെ നിന്നിരുന്നില്ലേ. അവരോട് വരൂ, 2 ഗുരുവായൂരപ്പന്റെ ആനയാണ്, മത്സരിക്കൊന്നും നിൽക്കരുതിട്ടാ എന്ന് എന്നോട് പറഞ്ഞു.